Hi friends, it's Nirmal from Nandanam Exotics. ഇന്ന് വീട്ടിൽ വിരിഞ്ഞ കുറച്ച് പൂക്കളെ കാണിക്കാമെന്ന് വിചാരിച്ചു. റോസാ പൂക്കൾ. അതില്ലെങ്കിൽ ഒരു ഗാർഡൻ പൂർത്തിയാവില്ല. അത് കാരണം അതിൻ്റെ കുറച്ച് ക്ലിപ്സാണ് ഇന്ന് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ അങ്ങനെ അധികം പൂക്കൾ വളർത്താറില്ല. റോസാപ്പൂവിനൊരു ഒഴിച്ചുകൂട്ടാൻ പറ്റാത്തൊരു ഘടകമാണല്ലോ ഏതൊരു ഗാർഡനും. അതുകൊണ്ട് മാത്രം വളർത്തുന്നു മാത്രം. അതുകൊണ്ട് തന്നെ വലിയ ഹൈബ്രിഡ്സ് ഒന്നുമല്ല, കുറച്ച് നാടൻ റോസസ് ആണ്. ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആ ബെൽ നോട്ടിഫിക്കേഷനും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നാലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക് യു. എൻ്റെ ഗാർഡനിൽ ഒരുപാട് റോസസ് ഒന്നും ഞാൻ വളർത്തുന്നില്ല. എനിക്ക് താല്പര്യം വേറെ കാക്ടസും അതുപോലെ കുറച്ച് വ്യത്യസ്തമായ ചെടികൾ വളർത്താനാണ്. പക്ഷേ എൻ്റെ ഗാർഡൻ വിസിറ്റ് ചെയ്യുന്നവരൊക്കെ അവർക്കൊക്കെ കുറച്ച് പൂവ് അല്ലെങ്കിൽ കുറച്ച് നിറങ്ങൾ കണ്ടില്ലെങ്കിൽ അതിനൊരു അപാകത അല്ലെങ്കിൽ അവർക്കത് തൃപ്തി വരില്ല. അത് കാരണം അമ്മയ്ക്ക് വേണ്ടിയും പിന്നെ ചേച്ചിമാർക്കൊക്കെ വേണ്ടിയാണ് ഞാനിവിടെ കുറച്ച് റോസ് പരിപാലിക്കുന്നത്. അതിൽ കുറച്ച് റോസസിൻ്റെ വിശേഷമാണ് ഞാൻ ഇന്നിവിടെ പങ്കുവയ്ക്കുന്നത്. ഇത് മിഡ് നൈറ്റ് ബ്ലൂ എന്ന് പറയുന്ന ഒരു ഹൈബ്രിഡ് റോസാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ കുറച്ച് നഴ്സറീസിലൊക്കെ ബ്ലൂ റോസ് എന്നൊക്കെ പറഞ്ഞ് വരുന്ന ഒരു പർപ്പിൾ അല്ലെങ്കിൽ ബ്ലൂ റോസ് എന്ന് പറഞ്ഞ് വരുന്ന ഒരു ഹൈബ്രിഡാണ്. ഇത് സമ്മർ സ്നോ എന്ന് പറയുന്ന ഫ്ലോറിബണ്ട ഇനത്തിൽപ്പെടുന്ന ഒരു റോസാണ്. വളരെ പോപ്പുലറാണ് ഇപ്പോൾ കുറേ നഴ്സറീസിൽ. കൊലയായിട്ട് പൂ തരും, ലോങ് ലാസ്റ്റിംഗ് ഫ്ലവേഴ്സാണ്. ഇത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. കാരണം വൈറ്റ് ഫ്ലവേഴ്സാണ്, ഭയങ്കര പ്രസ്റ്റീൻ ഫീലാണ് അത് ഉണ്ടാകുമ്പോൾ. ആൻഡ് അത് വിരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഫ്രഷായിട്ട് ഇതേ ഭംഗിയോടൊരു ഒരാഴ്ചയോളം നിൽക്കും, ചിലപ്പോൾ ഒരാഴ്ച കൂടുതൽ നിൽക്കും. അത്യാവശ്യം ചെറുതായിട്ട് വാസനയുണ്ട്. അപ്പം എല്ലാം കൊണ്ടും ഭയങ്കര ഒരു നല്ല ചെടിയാണ്. ഞാൻ ഇത് നന്നായിട്ട് റെക്കമെൻഡ് ചെയ്യും. കേരള ഗാർഡൻസിന് നമ്മളുടെ ഒരു തണുപ്പിൻ്റെയൊക്കെ അവസ്ഥയിൽ, നമ്മളുടെ ഈ ഒരു ഈർപ്പ ക്ലൈമറ്റിൽ ഇത് ഏറ്റവും നന്നായിട്ട് വളരുന്ന ഒരു റോസാണ്. നല്ല ബുഷിയായിട്ട് വരും നന്നായിട്ട് കെയർ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ടൈം റോസ് വാങ്ങാൻ പോകുമ്പോൾ ട്രൈ ടു ഗെറ്റ് ദിസ് വൺ. ഇത് പുതിയൊരു ട്രെൻഡാണ് നമ്മുടെ നഴ്സറീസിൽ. ഓർക്കിഡ് റോസ് എന്നും പറഞ്ഞാണ് അവരിത് വിൽക്കുന്നത്. പക്ഷേ ആക്ച്വലി ഇത് ഓർക്കിഡ് റോസ് ഒന്നുമല്ല, ചൈന ഡോൾ എന്ന് പറയുന്ന ഒരു പോളിയാന്തം ഇനത്തിൽപ്പെടുന്ന റോസാണ്. ഇതിനെ ഓർക്കിഡ് റോസ് എന്ന് പറയാൻ എന്താ കാരണം എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇത് എൻ്റെ കയ്യിലുള്ളൊരു ചെറിയ വൈറ്റ് ബട്ടൺ റോസാണ്. അതിൻ്റെ പേര് ബട്ടൺ റോസ് ആണോ എന്നൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എല്ലാവരും അങ്ങനെ പറയുന്നു, ഈവൻ നഴ്സറിയിലും അങ്ങനെ പറഞ്ഞു. ഞാനതുകൊണ്ട് അങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്നു. ഇത് നേരത്തെ കണ്ട ചൈന ഡോൾ എന്ന് പറഞ്ഞ പോളിയാന്തം റോസാണ്. ഇത് വളർത്താൻ ഭയങ്കര എളുപ്പമാണ്. നമ്മളുടെ ഇവിടുത്തെ കാലാവസ്ഥയായിട്ട് നന്നായിട്ട് ഒരു യോജിച്ച് പോകുന്ന വളർച്ചാ രീതിയാണ്. എപ്പോഴും ഈ പുതിയതായിട്ട് വരുന്ന ഒരു ഫ്ലവർ ഹെഡ് നമ്മൾ പൂ വിരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതിന് അത്യാവശ്യം ഒരു ഓർക്കിഡ് റോസ് ഫെർട്ടിലൈസറോ അല്ലെങ്കിൽ NPK ഫെർട്ടിലൈസറോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഗ്രോത്ത് തരും. പ്രൂണിങ്ങും ഫുൾ സൺലൈറ്റുമാണ് ഏറ്റവും മെയിനായിട്ട്. ഒരു റോസിന് വേണ്ട എല്ലാ കാര്യങ്ങളും. ഞാൻ അധികം ഡിസീസസും കണ്ടിട്ടില്ല. ഇത് കാശ്മീരി റോസ് എന്ന് പറയും. ഞാൻ ആദ്യം പ്ലേ ചെയ്ത ക്ലിപ്പിലുള്ള പൂവൊന്ന് ഉച്ചയായപ്പോഴത്തേക്കും കുറച്ചും കൂടി ഒന്ന് വിരിഞ്ഞതാണ് ഈ കാണുന്നത്. വളരെ അടിപൊളി പൂവാണ്, കുറേ ദിവസം നിൽക്കും. കട്ട പനിനീർ റോസ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലത്തെ റെഡ് ഫ്ലവറാണത്. ഇത് മിഡ് നൈറ്റ് ബ്ലൂ എന്ന് ഞാൻ നേരത്തെ കാണിച്ചെന്ന ഒരു ഹൈബ്രിഡാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പൂവ്. പക്ഷേ ഇതിനൊരു ഡ്രോബാക്ക് ഉള്ളത്, ഇതിൻ്റെ ലൈഫ് ഭയങ്കര കുറവാണ്. ഇനി ഞാൻ നോക്കിയെടുത്തോളം ഒരു 2 ദിവസത്തേക്കുള്ളിൽ ഇതിൻ്റെ ഒരു പൂ നിൽക്കില്ല. ഫ്ലോറിബണ്ട ഇനത്തിലായതുകൊണ്ട് ഇത് ഒരുപാട് ബഡ് ഇടും ഒരുമിച്ച്. അപ്പോൾ ഒരെണ്ണം വിരിഞ്ഞ് പോയതിന് ശേഷം അടുത്തത് വിരിയും. എന്നാലും ഒരേ പൂ ഇങ്ങനെ ഒരു കൊലയായിട്ടൊന്ന് വിരിഞ്ഞ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചില സമയത്ത് ലക്ക് ഉണ്ടെങ്കിൽ 2-3 ഒരുമിച്ച് വിരിഞ്ഞ് കിട്ടും. പക്ഷേ അതിനൊരു പ്രത്യേക ക്വാളിറ്റിയാണ് അതിൻ്റെ പെറ്റൽസിന്. സോ ഫ്രണ്ട്സ്, അടുത്ത പ്രാവശ്യം റോസ് വാങ്ങാൻ പോകുമ്പോൾ ഈ പറഞ്ഞ കുറച്ച് ഇനങ്ങൾ കളക്ട് ചെയ്യാൻ നോക്കുക. ഇവർ കേരളത്തിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നൊരു ഗ്രൂപ്പ് ഓഫ് റോസസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സിനോടും കൂടി ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ.
താങ്ക്സ് ഫോർ വാച്ചിങ് അഗെയിൻ.